ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ താഴെ ഭാഗമായ ധനുഷ്കോടിയിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. ബ്യൂട്ടിഫുൾ, ഭയങ്കര എക്സ്പീരിയൻസാ. വളരെ ഒന്ന് നോക്കണം. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ അടുത്ത ലൊക്കേഷനിൽ പോവുകയാണ്. ലൊക്കേഷൻ എവിടെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് നമുക്ക് എന്തെല്ലാം ഉണ്ട് അവിടെ കയറി നോക്കാം. ഓക്കെ, നമ്മളിപ്പോഴത് ധനുഷ്കോടിയിലെ ഒരു ഓൾഡ് ചർച്ചിലാണ്. പണ്ട് കാലത്ത് ആചാരിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ ചർച്ചാണ്. ഭാഗമാണ്. ഇവിടെയൊക്കെ ഒരു കടയും എടുത്തിട്ടായി ഉള്ളിൽ പോയിട്ട് കുറേ കടകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ പ്രളയമല്ല, ആ പണ്ട് ഭയങ്കര സുനാമി വന്ന ടൈമിലാണ്ട് പൊളിഞ്ഞു പോയത്. വെള്ളം കയറി ആകെ ഇത്ര ആവശ്യമാണ്. എന്തായാലും കടകളും കാര്യങ്ങളും എന്തായാലും അപ്പോഴത്തെ കാലങ്ങളിൽ നല്ല രീതിയിൽ കൊണ്ടുവന്ന ഒരു പള്ളിയാണ്. കാരണം ബാക്കി ഡോക്കി ഉറങ്ങുന്നു. ഡോക്കി ഞാൻ അങ്ങോട്ട് പോയ പിന്നെ കട എല്ലാ സൈസും ഓരോ അങ്ങനത്തെ ഉപയോഗിച്ച സാധനങ്ങളും എല്ലാ വിധമായ സാധനങ്ങളും ലഭ്യമാണ്. നേരെ ഇറങ്ങുന്ന കടലിലേക്കാണ്. ശക്തമായ കാറ്റാണ്. അവിടെ നിറയെ തിരിച്ച് കാറിലേക്ക് പോവുകയാണ്. പോകുന്നതിലേക്ക് നമ്മൾ ഫസ്റ്റ് റൂട്ട് ഫുൾ വന്ന് ധനുഷ്കോടി എൻഡ് പോയിന്റ് വരെ പോയി. പിന്നെ അവിടെ വന്ന് തിരിച്ചെന്ന റൂട്ടിൽ എന്തൊക്കെയാണ് പ്ലേസ് ഉള്ളത് അതെല്ലാം ജസ്റ്റ് കേട്ടാണ് നമ്മളിനി പോകുന്നത്. കുറേ ഉണ്ട് കാണാൻ, പഴയതായി ധാരാളം സാധനങ്ങൾ കാണാനായിട്ട്. അതിന് ഓരോന്നറിയുന്നത് ആ ബസ്സിൻ്റെ പേര് മലയാളത്തിലാണോ അതോ തമിഴിലാണോ എഴുതിയിരിക്കുന്നത്? ഈ ബസ് വണ്ടി രജിസ്ട്രേഷൻ തമിഴില്ല, തമിഴ്നാട്. പക്ഷേ പേരാണ് ബസ്സിലെ മാത്രം പോരാ, അത് കമൻറ്റ് ബോക്സിൽ പറയണം. അതായത് ഇതിൽ എഴുതിയിരിക്കുന്നത് തമിഴ്
ടെമ്പിളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുക. പേരെന്താണെന്ന് അറിഞ്ഞുകൂടാ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചുറ്റും കടലാണ്. ഞങ്ങൾ അതിനുള്ളിൽ കയറാൻ നോക്കി. അപ്പം ഞങ്ങളെ കൂടെ പറ്റുന്നുണ്ട് അവിടെ കയറാൻ. എന്ന് വെച്ചാൽ അവിടെ ക്യാമറ അലോടെ അല്ല, നല്ല തിരക്കാണ് അവിടെ, നല്ല ഡിഫിക്കൽട്ട് തിരക്കാണ്. അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ചിറങ്ങിയത്. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ APJ അബ്ദുൽ കലാമിൻ്റെ മെമ്മോറിയൽ ഇതിലുള്ളത്. അപ്പം ഉള്ളി ഫോൺ കൊണ്ടാൽ പറ്റുമോ സംശയം. നോക്കട്ടെ, പറ്റെങ്കിൽ ഞാൻ അവിടുത്തെ ക്യാപ്സൊക്കെ കാണിച്ചു തരാം. ഉള്ളിട്ട് പോട്ടെ. അപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ ഫോണൊന്നും അലോഡല്ല, ഫോണ് ക്യാമറ ഒന്നും അലോഡല്ല. അപ്പോൾ ഞങ്ങൾ വേണ്ട അത് തിരിച്ച് കൊണ്ടുവയ്ക്കാൻ പോവാണ്. സംഭവം ഇതാണ് കേസ്. പിന്നെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അതൊരു കാണുന്നത്. അപ്പോൾ ഉള്ളത് പാമ്പൻ ബ്രിഡ്ജ്. പച്ച കളറ്, ഇടയ്ക്ക് നീല കളറ്, അറബിക്കടലും ബംഗാൾ കൂടെ മിക്സ് ആയതുകൊണ്ട് അപ്പുറത്തെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ അപ്പുറം പച്ച കളറിലൊക്കെ വെള്ളം. മാങ്ങയും മുളകും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടുന്നുള്ള ബ്രിഡ്ജ് കാണിച്ചു തരാം. റെയിൽവേ സ്റ്റേഷൻ്റെ ബ്രിഡ്ജ് കാണിച്ചു തരാം. ഒന്ന് വർക്കിംഗ് അല്ലല്ലോ. ഈ ഫസ്റ്റ് കാണുന്ന പഴയതാണ്, അതിൻ്റെ അപ്പുറത്ത് കാണുന്ന പുതിയത്. താഴത്തെ വർക്കിംഗ് അല്ല. അത് കണ്ടോ, ഇത് കപ്പൽ വലിയ ഷിപ്പ് പോകുന്ന ടൈമിൽ അത് തുറന്നു കൊടുക്കും. ണ്ട് നീ അവിടെ നേരെ ക്രോസ് ചെയ്ത് ഈ പാലത്തടി കൂടെ അപ്പുറത്തോട്ട് പോകും. വലിയ ഇതൊന്നും ഇവിടെ ആഴമൊന്നുമില്ല, പാറയൊക്കെ ഉണ്ടോ. കാണാൻ കുറേ ആൾക്കാരുണ്ട്. കാറിൻ്റെ ഡോറ് വന്ന് അതേമാതിരി അളവ് വരുന്നു. നല്ല കാറ്റായിരുന്നു. ഷിപ്പ് വല്ല കാറ്റില്ല, ഉണ്ടെങ്കിലും നല്ല രീതിയിൽ കാറ്റില്ല. രാത്രി നല്ല കാറ്റായിരുന്നു. കിട്ടില്ല പ്ലേസാണ് കേസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയുമ്പോൾ അങ്ങ് അറ്റത്തുള്ള ഒരു കടും നീല കളറ്, അത് ബംഗാളും ഈ ഇളം പച്ച കടന്ന് കാണുന്നത് അറബിക്കടലും. എന്താല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ലാം കണ്ടു കഴിഞ്ഞെന്നാണ് നമ്മളെ പ്രതീക്ഷ. ഇനി എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം, അടുത്ത സ്ഥലത്ത് വെച്ച്. ഓക്കേ.